ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താന്ന് വെച്ചാൽ നമ്മുടെ അനിക്ക് അനാമികയിൽ നിന്നും ഡിവോഴ്സ് ലഭിക്കുകയാണ്. എന്നാൽ നവീൻ ഇതിനിടയിൽ ചെറിയ കളികളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. പുറമെ നവീൻ നന്ദുവിനെ ഇഷ്ടമുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നന്ദു അനിയും തമ്മിൽ ഇപ്പോഴും ഒരു ആത്മാർത്ഥ പ്രണയം ഉണ്ടെന്നും അവർക്ക് തമ്മിൽ പിരിയാൻ പറ്റില്ലെന്നും ഒക്കെ ഉള്ളത് നവീൻ അറിയാം. എങ്കിലും നന്ദുവും അനിയും അവർ തമ്മിലുള്ള ഇഷ്ടം നല്ല സുഹൃത്തായ നവീനോട് ഇതുവരെ വെളിപ്പെടുത്താതിരുന്നതിൻ്റെ ഒരു ദേഷ്യം കൂടിയായിട്ടാണ് നമ്മുടെ നവീൻ അവരുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കുന്നത്. ഇത്രയും നാളും എന്നെ പറ്റിച്ച് നിങ്ങൾ പ്രേമിച്ച് നടക്കുകയല്ലായിരുന്നോ? അതുകൊണ്ട് നിങ്ങളെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നിങ്ങളെ ഞാൻ തന്നെ ഒന്നിപ്പിക്കും എന്നൊരു തീരുമാനം കൂടി നവീൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഡിവോഴ്സിൻ്റെ കാര്യത്തിലും നവീൻ ചില കളികളൊക്കെ കളിക്കുന്നത്. അനിയും നന്ദുവും എന്നാൽ ഇപ്പോൾ വിചാരിക്കുന്നത് നവീൻ ഒരു വിവാഹാലോചനയുമായി നന്ദുവിൻ്റെ വീട്ടിൽ ചെന്നല്ലോ. നന്ദുവുമായിട്ടുള്ള നവീൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി മനഃപൂർവ്വം ഡിവോഴ്സ് മേടിച്ച് തരില്ലെന്നാണ് അനി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനിയുടെ മനസ്സിലും നല്ലൊരു പേടിയുണ്ട്, നവീൻ ഇനി നൈസായിട്ട് ഒരു പണി തന്നു കളയുമോ എന്നൊക്കെ. അങ്ങനെ അടുത്ത ഹിയറിങ്ങിനായിട്ട് വിളിപ്പിക്കുന്ന സമയത്ത് അനാമികയെ കോടതിയിൽ ഹാജരാക്കുകയും അനാമികയും വേണുവിനെയും കോടതിയിലിട്ട് വലിച്ചു കീറുകയും അനാമികയുടെ കാമുകർ വരെ കോടതിയിൽ ഹാജരാക്കി അനിക്ക് അനാമികയിൽ നിന്നും ഡിവോഴ്സ് മേടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനൊരു വമ്പൻ ടിസ്റ്റ് തന്നെ അവിടെ നടക്കുന്നുമുണ്ട്. അനിക്കാണെങ്കിലും ഒരു 50% മാത്രമേ നവീനെ വിശ്വാസമുള്ളായിരുന്നു. നന്ദുവിനെ നവീന് ഇഷ്ടമാണെന്നുള്ള കാര്യം നന്ദുവിനോട് പറയാതെ മറച്ചു വെച്ച് അഭിനയിക്കുകയായിരുന്നു എന്നൊക്കെയുള്ളത് നവീൻ അറിയാം. അതുകൊണ്ട് നവീൻ്റെ മനസ്സിൽ ആ ഒരു ദേഷ്യം കിടക്കുന്നതുകൊണ്ട് തന്നെ ഇനി ഇവിടെ അവൻ കാര്യമായി വേണ്ട രീതിക്ക് പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളൊരു പേടിയായിരുന്നു. അങ്ങനെ കോടതിക്ക് മുമ്പിൽ അനാമികയും വേണുവിനെ വലിച്ചു കയറുകയും അനാമിക ഒരു മെൻ്റൽ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ അനാമികയുടെ ഭാഗത്ത് ഒരു ന്യായമില്ലെന്നും അവൾക്ക് ഒരു നഷ്ടപരിഹാരത്തിൻ്റെ ആവശ്യമില്ലെന്നും പറഞ്ഞ് കോടതിയെ ബോധ്യപ്പെടുത്തി അനിക്ക് ഡിവോഴ്സ് മേടിച്ച് കൊടുക്കുന്നുണ്ട്. കോടതി വിധിക്ക് ശേഷം അനാമികയ്ക്ക് വേണുവിനും അവർ പ്രതീക്ഷിച്ചതുപോലെ നഷ്ടപരിഹാരം ഒന്നും കിട്ടാതെ വരുമ്പോഴേക്കും തൻ്റെ പ്രതീക്ഷകളും താളം പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട് തന്നെ സ്റ്റെഫിനും അനാമികയെ കൈയോടെ ഉപേക്ഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ഗത്യന്തരവും ഇല്ലാതെ ചെയ്തതിനൊക്കെ ഫലമായി നല്ല തിരിച്ചടികൾ തന്നെയാണ് അനാമികയ്ക്കും വേണുവിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഇപ്പോഴും ആദർശ് നയനയും നാഗേന്ദ്രയുടെ പിന്നാലെ തന്നെയാണ്. നാഗേന്ദ്രയുടെ അപ്പച്ചി മാത്രമല്ല ഇങ്ങനൊരു ചതി ചെയ്തത്, അതിനേക്കാളും വലിയൊരു ദ്രോഹം കൂടി നാഗേന്ദ്രയോട് ചെയ്തിട്ടുണ്ട്. അത് ഇളയച്ചനും ഇളയമ്മയും ആണെന്നൊക്കെ അവർക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. കാരണം നാഗേന്ദ്രയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസവും അവരുടെ സംസാര രീതിയിലുണ്ടാകുന്ന വ്യത്യാസവും ദേഷ്യപ്പെടുന്നതും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നയനയും ആദർശും ഇങ്ങനെ ഒരു സംശയം ഉന്നയിക്കുന്നത്. നാഗേന്ദ്രയുടെ കാര്യം എടുത്തിടുമ്പോഴൊക്കെ ആണെങ്കിലും ഇളയമ്മയും ഇളയച്ചനും ആ ടോപ്പിക്ക് നീ വിട്ട് കളഞ്ഞേക്കെന്ന് തന്നെയാണ് പറയുന്നത്. അതേ ഒരു രീതിക്ക് തന്നെയാണ് നയനയും ആദർശനോട് പറയുന്നത്. തറവാട്ടിൽ നിന്ന് പുറത്താക്കിയ നാഗേന്ദ്രയെക്കുറിച്ച് ഇനി ഇവിടെ ആരും ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും അവൻ്റെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഈ വിഷയം തന്നെ അങ്ങ് ഒഴിവാക്കി വിടാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട് നയനെ, എന്തോ ഒരു രഹസ്യമുണ്ട്. അപ്പച്ചി മാത്രമല്ല പുറത്താക്കാൻ കാരണം അപ്പച്ചി ചെയ്ത ചതി മാത്രമല്ല, ഇളയച്ചനും ഇളയമ്മയ്ക്കും ഇതിലെന്തോ ഒരു പങ്കുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അയാളെ ഇവിടുന്ന് പുറത്താക്കാൻ മാത്രം അവരുടെ ഭാഗത്തും എന്തൊക്കെയോ തെറ്റുകളുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു സംശയം എന്ന് പറയുക. അങ്ങനെയാണ് ആദർശ് നയനെയും വീണ്ടും നാഗേന്ദ്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇറങ്ങുന്നത്. അയാൾ കുടുംബത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും ജോലർക്ക് വേണ്ടിയിട്ടും അയാളുടെ കഴിവിൻ്റെ പരമാവധി കഠിനപ്രയത്നം ചെയ്തിട്ടുണ്ടെന്നും ഒക്കെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ടും മുത്തശ്ശൻ അയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാതെ അയാളെ എന്തിനായിരിക്കും പുറത്താക്കിയിട്ടുണ്ടാവുക, അതിന് മാത്രം അയാളുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ചുരുളഴിയാത്ത ഒരു രഹസ്യം ഉണ്ട് നയനെ, അതെന്തായാലും നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് തന്നെ പറയുക കേട്ടോ. എന്തായാലും ഇപ്പം ഇതിനെക്കുറിച്ച് ആരോടും ഡിസ്കസ് ചെയ്യാത്ത തന്നെയാണ് നല്ലത്. നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഇപ്പോൾ ഓണമൊക്കെ വരികയല്ലേ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു അന്വേഷണമായിട്ട് അയാളുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുകയല്ലേ, അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഒരു അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണ്ട, എന്തായാലും ഓണമൊക്കെ കഴിയട്ടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല നയനെ, എന്തായാലും എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ. ബിസിനസ്സിൻ്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട, അതിൻ്റെ കാര്യങ്ങളൊക്കെ മുറയ്ക്ക് ഞാൻ തന്നെ ചെയ്തോളാം. എന്നാൽ ഒരു ഭാഗത്തിൽ കൂടി ഞാൻ ഇതിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്നുള്ളത് എനിക്ക് കണ്ടെത്തിയേ മതിയാകുള്ളൂ. ഇനി ശങ്കരേട്ടൻ പറഞ്ഞതുപോലെ അയാൾ നിരപരാധിയാണെങ്കിൽ, അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അതും എനിക്ക് മുത്തശ്ശൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യണം. അയാൾ നല്ലവനാണെങ്കിൽ മുത്തശ്ശൻ അയാളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതല്ലേ, ആ തെറ്റിദ്ധാരണ മുത്തശ്ശൻ്റെ മനസ്സിൽ നിന്ന് മാറ്റുകയും ചെയ്യണം. പകരം തെറ്റ് ചെയ്ത ആരാണെങ്കിലും അവർക്ക് അർഹമായ ശിക്ഷ മേടിച്ച് കൊടുക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദർശ്. അങ്ങനെ ആദർശ് നയനെ നാഗേന്ദ്രയെ കാണാൻ പോവുകയും നാഗേന്ദ്രയോട് സംസാരിക്കുകയും കുറച്ച് രഹസ്യങ്ങളൊക്കെ അവർക്ക് നാഗേന്ദ്രയുടെ വായിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അനാമികയുടെയും അനിയുടെയും ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തറവാട്ടിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്.
ഇടയ്ക്ക് ജാനകി വന്ന് അനിയോട് പറയുന്നുണ്ടായിരുന്നല്ലോ, വിവാഹ നിശ്ചയം മുടങ്ങിപ്പോയതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അവന്തിക മോൾ ഇപ്പം ഒരുപാട് വിഷമത്തിലാണ്. അനാമികയും നീയും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ വിവാഹ നിശ്ചയം നടത്തും. എന്തൊക്കെ സംഭവിച്ചാലും നന്ദുവിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് അപ്പോഴും ജാനകി തറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. പിന്നെ നന്ദുവും അനിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്ന സമയത്തും അവരും ആഗ്രഹിക്കുന്നത് അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് തന്നെയാണ്. നവീനായിട്ട് ഇങ്ങനൊരു വിവാഹാലോചനയുമായിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ അയാൾ ഉഴപ്പ് കാണിക്കുമെന്നൊക്കെ ഉള്ളത് നമ്മുടെ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. അതുമാത്രമല്ല, നന്ദുവിനെ തനിക്ക് ഇഷ്ടമാണെന്ന് നവീൻ നേരത്തെ തന്നെ അനിയോട് പറഞ്ഞതാണ്. അക്കാര്യവും നന്ദുവിനോട് പറയാതെ മറച്ചു വെക്കുകയും പിന്നീട് നവീൻ തന്നെയാണ് നന്ദുവിനോടുള്ള ഇഷ്ടം തുറന്നു പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ദേഷ്യം നവീൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ അനാമികമായിട്ടുള്ള ഡിവോഴ്സ് ഇനിയും വൈകിപ്പിക്കുമോ എന്നുള്ളൊരു പേടിയാണ് നനിയുടെ മനസ്സിൽ. അനാമികയെ വീണ്ടും വലിയൊരു തുകയാണ് നഷ്ടപരിഹാരമായിട്ട് ചോദിക്കുന്നത്. അത് കൊടുക്കാൻ എന്തായാലും മുത്തശ്ശനും സമ്മതിക്കില്ല. ഞാൻ കൊടുക്കാന്ന് വെച്ചാൽ മുത്തശ്ശൻ അതിന് സമ്മതിക്കത്തുമില്ല. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, വേണ്ട അനി, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവളെ പോലെ ഒരുത്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട കാര്യമില്ല. അവളും അവളുടെ അച്ഛനും ഒക്കെ പക്ക ഫ്രോഡാണ്. അവർക്ക് ഈ കാശ് കൊടുക്കുന്നതിനോട് ഒരു യോജിപ്പുമില്ല. അവർക്ക് അർഹതപ്പെട്ടതല്ല ആ കാശ് എന്നിങ്ങനെ പറയുക കേട്ടോ നന്ദു. അനിയുടനെ പറയുന്നുണ്ട്, അതേ അഭിപ്രായം തന്നെയാണ് നന്ദു എനിക്കും. പക്ഷേ അവളിങ്ങനെ നഷ്ടപരിഹാരം കിട്ടാതെ ഈ ഡിവോഴ്സിന് സമ്മതിക്കാതിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അവൾ ചോദിക്കുന്ന കാശ് ഒപ്പിച്ചു കൊടുത്ത് ഈ ഭാരം എൻ്റെ തലേന്ന് ഒന്ന് ഇറക്കിയാൽ മതിയെന്നേ ഉള്ളൂ എനിക്ക്. അതുകൊണ്ടാണ് പിന്നെയും ഞാൻ നവീനോട് അങ്ങനൊരു കാര്യം പറഞ്ഞെന്നൊക്കെ പറയുകയാണ്. ഈ കാല് കുത്തിയതിനു ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്? അവള് തറവാട്ടി കാല് കുത്തിയതിനു ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്? എൻ്റെ സകല സമാധാനവും നഷ്ടപ്പെട്ടത് അവൾ എൻ്റെ തലയിൽ കയറിയതിന് പിന്നാലെ. ഇനി എങ്ങനെയെങ്കിലും ഈ ഹിയറിങ്ങിന് തന്നെ എനിക്ക് ഡിവോഴ്സ് കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ. പക്ഷേ നവീൻ എങ്ങനെയെങ്കിലും ഈ പ്രാവശ്യം ഹിയറിങ്ങിനെ വിളിക്കുമ്പോൾ എനിക്ക് ഡിവോഴ്സ് കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുക കേട്ടോ നമ്മുടെ അനി. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നീ വിഷമിക്കാതിരിക്കുക അനി, എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കുക അല്ലാതെ നമ്മുടെ മുമ്പിലും വേറെ വഴിയൊന്നുമില്ലല്ലോ. എന്തായാലും ഇപ്പോഴും നമ്മുടെ അമ്മയും അച്ഛനും ഒന്നും നമ്മുടെ ഈ വിവാഹത്തെ അനുകൂലിക്കുന്നവരല്ല. അവർ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരെ എതിർത്തൊന്നും ചെയ്യാനും ആവില്ല. അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ നന്ദു തന്നെ അനിയെ ഉപദേശിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് അനി പറയുന്നുണ്ട്, അഥവാ ഇനി കോടതി എനിക്ക് ഡിവോഴ്സ് തന്നാലും ഉടനെ തന്നെ അടുത്ത തലവേദന തുടങ്ങും. അന്ന് അനാമികമായിട്ട് ഇപ്പോഴും ബന്ധമുള്ളത് കൊണ്ടാണ് അവന്തികയുമായുള്ള വിവാഹ നിശ്ചയം മുടങ്ങിയത്. അവന്തികയും ഞാനും തമ്മിൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യം എടുത്തുകൊണ്ട് വരും. മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയൊക്കെ ആ വിവാഹ നിശ്ചയത്തിന് എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കും. നീ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ലാന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ ഇപ്പോൾ തുറന്ന് പറയുന്നുണ്ട്. എന്തോ എനിക്ക് അതിനുള്ള ധൈര്യം ഇപ്പോൾ കിട്ടുന്നുണ്ടെന്നൊക്കെ തന്നെ അനിയും പറയുക കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നിനക്കങ്ങനെ പറഞ്ഞ് അവിടെ പിടിച്ചു നിൽക്കാം. പക്ഷേ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ അങ്ങനെ പറയാൻ പറ്റില്ല. നിനക്കറിയാമല്ലോ, അന്ന് ആ CA സച്ചിദാനന്ദൻ്റെ കേസ് നിനക്ക് ഓർമ്മയില്ലേ? അന്ന് അയാളുമായുള്ള വിവാഹ നിശ്ചയത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അമ്മ ഫാനിൽ കെട്ടിത്തൂങ്ങി ചാവൂന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയുമുണ്ട്. ഞാനിനി ഈ വിവാഹ നിശ്ചയത്തിന് എതിര് പറഞ്ഞാൽ അമ്മയും അച്ഛനും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ് എൻ്റെ പേടി എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട്. അനി പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹ നിശ്ചയം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല നന്ദു. അത് ഉറപ്പായ കാര്യമാണ്. അതിനി ഞാൻ ആരുടെയൊക്കെ വായിൽ നിന്ന് എന്തൊക്കെ കേൾക്കേണ്ടി വന്നാലും ശരി, ഞാൻ ഒരിക്കലും ഇതിനെ സമ്മതിക്കില്ല. അനാമികമായിട്ടുള്ള എൻ്റെ വിവാഹം പോലും അവരുടെ നിർബന്ധപ്രകാരമാണ് നടന്നത്. അതുപോലെ ഇനി ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ലെന്നൊക്കെ തന്നെ അനി തറപ്പിച്ച് പറയുമ്പോൾ നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട്, അതിന് നിനക്ക് എന്തുമാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്നുള്ളത്? അനാമികമായിട്ടുള്ള ഡിവോഴ്സ് കിട്ടാതിരുന്നുകൊണ്ടാണ് അന്ന് നിനക്ക് ആ പേരും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാനാവില്ല. മുത്തശ്ശനും മുത്തശ്ശിയും എന്നെ നിർബന്ധിക്കുമ്പോൾ നിനക്ക് സമ്മതിക്കാല്ലാതെ നിന്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട്. അതൊന്നുമല്ല ഇപ്പം എന്നെ അലട്ടുന്ന പ്രശ്നം. നവീനാണ് ഇപ്പം എന്നെ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നവീനേട്ടൻ എന്ത് ചെയ്തു എന്നോ നീ പറയുന്നേ എന്നങ്ങനെ നന്ദു ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, എടി അവന് നിന്നെ ഇഷ്ടമല്ലേ? പോരാത്തതിന് അവൻ്റെ അമ്മയും അച്ഛനും ഒക്കെ തൻ്റെ അടികളായ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ലെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി പെട്ടെന്ന് തന്നെ ഈ വിവാഹത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് അവൻ മുന്നോട്ട് പോകും. അങ്ങനെയുള്ളപ്പോൾ വീണ്ടും എനിക്ക് നിന്നെ നഷ്ടപ്പെടുമോ എന്നൊക്കെ ഓർത്ത് എനിക്ക് നല്ല ഭയമുണ്ടെന്ന് പറയുക. അപ്പോഴേക്കും നന്ദുവിനും അത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമാവുന്നുണ്ട്. എന്തായാലും വരുന്ന പോലെ വരട്ടെ, നമുക്കൊന്നുകൂടി പോയി നവീനേട്ടനോടൊന്ന് സംസാരിച്ച് നോക്കാം. ചിലപ്പോൾ പുള്ളിക്ക് നമ്മളോടൊരു അലിവൊക്കെ തോന്നിയാലോ? നിന്റെ കാര്യത്തിലേ ഉള്ളൂ എനിക്ക് ടെൻഷൻ. അനാമികമായിട്ടുള്ള ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ അതും നല്ല കാര്യമല്ലേടാ എന്നൊക്കെ നന്ദു ചോദിക്കുന്നുണ്ട്. അങ്ങനെ അനിയും നന്ദുവും കൂടെ ഒന്നിച്ച് നവീനെ കാണാനായിട്ട് നവീൻ്റെ ഓഫീസിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരെയും ഒന്നിച്ച് കാണുമ്പോഴേക്കും നവീൻ ചോദിക്കുന്നുണ്ട്, ആഹാ ഇതെന്താ രണ്ടുപേരും ഉണ്ടല്ലോ, എന്താ പ്രത്യേകിച്ച്? അല്ല നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വരികയാണോ? എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നതാ. എടാ എന്തായി? അടുത്ത ദിവസമല്ലേ കോടതിയിൽ കേസ് നടക്കുന്നത്, എനിക്ക് ഡിവോഴ്സ് കിട്ടുമോടാ എന്നിങ്ങനെ ചോദിക്കുകയാണേ. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ,
90% ചാൻസ് ഡിവോഴ്സ് കിട്ടാൻ തന്നെയാണ്. പക്ഷേ ആ ഒരു 10% നമുക്കതിനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. ചിലപ്പോൾ കോടതിയിൽ സ്ത്രീകൾക്ക് ഫേവറായിട്ടുള്ള തീരുമാനങ്ങളും വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ അത്ര നിസ്സാരമാക്കി തള്ളിക്കളയാൻ പാടില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വേണം. എങ്കിൽ മാത്രമേ അവളെ തളയ്ക്കാൻ കഴിയുള്ളൂ. അവളുടെ കൂടെ ഒരു കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ലെന്നത്രയും ഉറപ്പുള്ള ഒരു എവിഡൻസ് തന്നെ വേണം. ഇതിനു മുമ്പും നമ്മൾ പല പ്രാവശ്യം ആ എവിഡൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഭാഗത്ത് കൂടുതൽ തെളിവുള്ളത് നമുക്ക് ഗുണം ചെയ്യുകയല്ലേ ഉള്ളൂ എന്നിങ്ങനെ നവീൻ പറയുന്നുണ്ട്. ഉടനെ നന്ദു പറയുന്നുണ്ട്, നവീനേട്ട എങ്ങനെയെങ്കിലും ഈ ഡിവോഴ്സ് എനിക്ക് മേടിച്ചു കൊടുക്കണം. അവളെ പോലൊരു ഫ്രോഡ് പെണ്ണിന്റെ കൂടെ ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. അവളും അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഫ്രോഡുകളാണ്. അവർക്കെതിരെ എത്ര കേസുകൾ ഉണ്ടെന്നറിയാവോ സ്റ്റേഷനിൽ. അവരുടെ കയ്യിലിരിപ്പ് തന്നെ ശരിയല്ല. ഇപ്പൊ പോലും ഈ കേസായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് നല്ലൊരു തുക നഷ്ടപരിഹാരം മേടിച്ച് അനന്തപുരി തറവാടിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് കൂടിയാ. അതുകൊണ്ട് അവൾ നഷ്ടപരിഹാരം ചോദിച്ചാൽ പോലും അവൾക്ക് നഷ്ടപരിഹാരമായിട്ട് ഒരു പൈസ പോലും കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട്. അവൾ ചോദിക്കുന്നത് എന്തായാലും വലിയ എമൗണ്ട് ആയിരിക്കും. ആ എമൗണ്ട് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കാനായിട്ട് മുത്തശ്ശന് സമ്മതിക്കില്ല. അതുപോലെ തന്നെ അത്രയും വലിയൊരു തുക അവളെ പോലെ ഒരുത്തിക്ക് കൊടുക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. അവൾ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്നും അവൾ എൻ്റെ തറവാട്ടിൽ വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നോക്കിയുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോടാ നവീനെ. അവൾ എൻ്റെ തറവാട്ടിൽ കയറി കൂടിയതിനു ശേഷം മനസ്സമാധാനം എന്താന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവളുടെ അച്ഛൻ്റെയൊക്കെ നോട്ടവും മനസ്സിലിരിപ്പും എല്ലാം ഇവിടുത്തെ സ്വത്തുക്കൾ എങ്ങനെ അടിച്ചു മാറ്റാം എന്നുള്ളതായിരിക്കും. അത്രയും ഫ്രോഡുകളാണ് അവർ. എങ്ങനെയെങ്കിലും നാളത്തെ ഹിയറിംഗിൽ തന്നെ എനിക്ക് ഡിവോഴ്സ് മേടിച്ച് തരണേ. നീ ഇതിനെ ഇച്ചിരി കൂടെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണേടാ. കോടതിയിൽ അവക്കെതിരെ തെളിവുകൾ ഹാജരാക്കി എന്നെ ഈ ഊരാക്കുടിക്കുന്ന എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണേ എന്നൊക്കെ തന്നെ അനി നവീന്റെ കൈ പിടിച്ച് താഴ്മയോടെ തന്നെ അപേക്ഷിക്കുകയാണ്. അപ്പോഴേക്കും നവീൻ പറയുന്നുണ്ട്, എടാ അനി, നീ ഇങ്ങനെ വിഷമിക്കാതെ. അവക്കെതിരെയുള്ള എല്ലാ തെളിവുകളും നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പല പുരുഷന്മാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടെന്നുള്ളതും അവളൊരു മെന്റൽ പേഷ്യന്റ് ആണെന്നും ഡ്രഗ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയാണെന്നും അങ്ങനെയുള്ള തെളിവുകളെല്ലാം തന്നെ നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ കണക്കിലെടുത്ത് മാത്രമേ ജഡ്ജി വിധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അനുകൂലമായി തന്നെ കാര്യങ്ങൾ നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടെന്നൊക്കെ നവീനും പറയുന്നുണ്ട്. നിനക്കറിയാമല്ലോ അവളുടെ കാമുകന്റെ പേര് സ്റ്റെഫിൻ. അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എന്നെ ബലിയാടാക്കിയത്. ഇങ്ങനെയുള്ള ഒരുത്തിയെ എത്രയും പെട്ടെന്ന് എൻ്റെ തലയിൽ നിന്ന് ഊരി തരണേടാ എന്നിങ്ങനെ അതിന് വീണ്ടും നവീനോട് അപേക്ഷിക്കുകയാണ്. നന്ദുവും പറയുന്നുണ്ട്, അതേ നവീനേട്ടാ, അവളെപ്പോലെ വിഷം തുപ്പുന്ന ഒരു ഫാമിലിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ചേച്ചിമാരെ പോലും എത്ര പ്രാവശ്യം അവൾ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയുവോ? അത് തന്നെയല്ല, ദേവേനയമ്മയുടെ കരളിന് അന്ന് ഡാമേജ് ഉണ്ടാകാൻ കാരണവും അനാമികയല്ലേ. അവളല്ലേ അന്ന് പാലിൽ വിഷം കലക്കി വെച്ചതും ആ പാലെടുത്ത് കുടിച്ചുകൊണ്ടല്ലേ അമ്മായിക്ക് അങ്ങനെ സംഭവിച്ചതും ഒക്കെ. അങ്ങനെ അവൾ കാരണം ആ തറവാടിനും ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ തറവാടും അവളും തമ്മിലുള്ള ബന്ധം എന്നേക്കുമായിട്ട് മുറിച്ച് കളയുന്നത് തന്നെയാണ് നല്ലത്. ഇതുപോലുള്ളവന്മാര് ഇനി ഒരിക്കലും ഒരുത്തരുടെയും ജീവിതം വെച്ച് കളിക്കാൻ പാടില്ല. അതുപോലെ അവരെ നാണം കെടുത്തണമെന്നൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് നന്ദു. അപ്പോഴും നവീൻ ഇവരെ ഒന്ന് ചൂട് പിടിപ്പിക്കാനായിട്ട് തന്നെ പറയുന്നുണ്ട്. അധിക പ്രതീക്ഷയൊന്നും വേണ്ട, എന്തായാലും ഒരു 50-50 ചാൻസ്, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. കാര്യങ്ങളിലെ കിടപ്പോശമൊക്കെ നിനക്ക് അറിയാമല്ലോ. നല്ലൊരു തുക നഷ്ടപരിഹാരമായി കൊടുത്തില്ലെങ്കിൽ ഈ കേസ് ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. എന്തായാലും നമുക്ക് കോടതിയിൽ നോക്കാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, എടാ നീ അങ്ങനെ പറയല്ലേ, നീ ഒരു ഉറപ്പ് പറയണം. ഇനിയും ഈ കാര്യം ഇങ്ങനെ നീണ്ടുപോകാതെ പെട്ടെന്ന് അതിലൊരു തീരുമാനം ഉണ്ടാകുമായിരുന്നെങ്കിൽ എനിക്കൊന്ന് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങായിരുന്നു. എനിക്ക് ഇച്ചിരി സ്വസ്ഥത കിട്ടിയേനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആനി. എന്തായാലും നവീൻ നന്ദുവിനോട് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ആനിയോട് ഒരു ഇച്ചിരി ഗൗരവമുള്ളതും ഇച്ചിരി പിണക്കമുള്ളതൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. എന്തായാലും ഞാൻ നോക്കട്ടെ. എന്തായാലും മൂർത്തി സാറിനോടും ആദർശനോടും ഒക്കെ എനിക്ക് ഇച്ചിരി കടപ്പാടുള്ളത് ഞാൻ എൻ്റെ പരമാവധി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നവീൻ അവിടുന്ന് പോകുന്നതും. അങ്ങനെ നവീൻ ഒരു ഉറപ്പില്ലാത്ത മട്ടിൽ മറുപടി കൊടുത്തുകൊണ്ട് തന്നെ എനിക്ക് പിന്നെയും ടെൻഷൻ തന്നെയാണ്. നവീന് നന്ദുവിനോടുള്ള ഇഷ്ടം തന്നോട് പറഞ്ഞിട്ടും താൻ അത് നന്ദുവിനോട് പറയാത്തതിൻ്റെ ഒരു പിണക്കൊക്കെ ആയിരിക്കും നവീൻ്റെ മനസ്സിലെന്നാണ്. അതിൻ്റെ പേരിൽ ഈ ഡിവോഴ്സുമായിട്ട് അവൻ ഇനിയും കുറച്ചാളും കൂടെ എന്നെ ഇങ്ങനെ ചുറ്റിക്കുമെന്നൊക്കെയുള്ളൊരു പേടി അനിയുടെ മനസ്സിലുണ്ട്. പിന്നെ ഞാനും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ളതൊക്കെ അവൻ ഇപ്പോൾ ഏകദേശം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെയും നന്ദുവിനെയും പിരിയിപ്പിക്കാനായിട്ട് അവന് ഡിവോഴ്സായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ റൂട്ട് ക്ലിയർ ആകുമല്ലോ. അതുകൊണ്ട് അതൊക്കെ ഓർത്ത് ആകെ ഇങ്ങനെ തീ തിന്നോണ്ടിരിക്കുകയാണ് അനി. നവീൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്നെ രണ്ടാളും കൂടെ കുറച്ചുനാൾ വട്ടാക്കിയതല്ലേ, ഇനി നിങ്ങൾ രണ്ടാളും കുറച്ച് ദിവസം ഇങ്ങനെ ചൂട് പിടിച്ച് നടക്ക്. നന്ദു അനി ഇച്ചിരി വട്ടം കറങ്ങട്ടെ. അവരുടെ കാര്യം എന്തായാലും ഞാൻ തന്നെ മുന്നിൽ നിന്ന് നടത്തി കൊടുക്കാന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചല്ലേ. അതുകൊണ്ട് അനാമികമായിട്ടുള്ള ഡിവോഴ്സിന്റെ കാര്യം ഓർത്ത് അവൻ ഇച്ചിരി തീ തിന്നോട്ടെ. എന്തായാലും അവൻ വിചാരിക്കാത്ത രീതിയിൽ അവന് വേണ്ട ഹെൽപ്പുകളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. പിന്നെ അവനെയും നന്ദുവിനെ ഒന്നിപ്പിക്കുന്ന കാര്യം അത് ഞാൻ തന്നെ ഏറ്റു. ഞാൻ തന്നെ മുന്നിൽ നിന്ന് അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യുമെന്നൊക്കെ നവി മനസ്സിൽ വിചാരിക്കുകയാണ്. പക്ഷെ കോടതിയിൽ ഇവനെ ഡിവോഴ്സ് കിട്ടുന്നവരെ ഇവൻ ഇത് അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത്രയും നാൾ ഇവൻ തീ തിന്നട്ടെ.
കോടതിയിൽ അവന് ഡിവോഴ്സ് കിട്ടുമ്പോൾ രണ്ടാൾക്കും അത് നല്ല സന്തോഷമായിരിക്കും എന്നാണ് നവീൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതും കേട്ടോ. ഇപ്രാവശ്യം ഇവരെ രണ്ടും വഴിക്കാക്കാൻ നല്ല ശക്തമായ തെളിവുകൾ വേണമല്ലോ. അതിനുവേണ്ടി തന്നെ അനാമികയ്ക്കെതിരെ തെളിവ് കണ്ടെത്താൻ ഇറങ്ങിയതാണ് നമ്മുടെ നവീൻ. അങ്ങനെ അനാമികയും സ്റ്റെഫിനും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യങ്ങളൊക്കെ നവീൻ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ട് സ്റ്റെഫിനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അനാമികയുമായിട്ടുള്ള ബന്ധം തുടർന്നു പോകാൻ സ്റ്റെഫിന് ഒട്ടും താല്പര്യമില്ല. അനാമയ്ക്ക് ഈ ഡിവോഴ്സിന്റെ ഭാഗമായി കുറച്ചധികം തുക നഷ്ടപരിഹാരമായി കിട്ടുമ്പോൾ ആ തുക അടിച്ചു മാറ്റിക്കൊണ്ട് UK പോയി സുഖമായി ജീവിക്കാനാണ് സ്റ്റെഫിൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതൊക്കെ നമ്മുടെ നവീൻ സ്റ്റെഫിനുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു ഒത്തുതീർപ്പാക്കുന്നുണ്ട്. സ്റ്റെഫിന്റെ പേരിലും ചില പോക്ക് കേസുകളും അല്ലറ ചില്ലറ ഈ മയക്കുമരുന്ന് കഞ്ചാവ് പോലുള്ള കേസുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റെഫിൻ നവീന്റെ ഒരു ഭീഷണിക്ക് വഴങ്ങുകയാണ് കേട്ടോ. അനാമികയ്ക്കെതിരെ കോടതിയിൽ മൊഴി പറയണമെന്നും അനാമിക ഒരു ചീത്ത പെണ്ണാണെന്ന് കോടതിയിൽ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യണം. അതിനുവേണ്ടി തന്നെ സ്റ്റെഫിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കോടതിയിൽ സ്റ്റെഫിനെ തെളിവിനായിട്ട് ഹാജരാക്കാനാണ് നവീൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സ്റ്റെഫിൻ തന്നെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് അനാമികയോ വേണുവോ അനിയോ നന്ദുവോ ഒന്നും തന്നെ അറിയുന്നില്ല. അങ്ങനെ കോടതിയിൽ ഹാജരാകേണ്ട ദിവസം വന്ന് എത്തിയിരിക്കുകയാണ്. അനിയാകെ നല്ല ടെൻഷനിലുമാണ്. റൂമിൽ അനി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ജാനകി വരുന്നുണ്ട്. ജാനകി വന്നിട്ട് അനിയെ ഒന്നും കൂടി ഓർപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തിട്ടാണെങ്കിലും ഇന്ന് ഉറപ്പായും ഡിവോഴ്സ് കിട്ടിയിരിക്കണം. നമുക്ക് ആവശ്യം ആ നശിച്ചവൾ നിന്റെ തലേന്ന് ഒഴിഞ്ഞു പോകുന്നതല്ലേ. അതുകൊണ്ട് നീ നിന്റെ മുത്തച്ഛനുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കിയിട്ട് പോ. എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് അവളെ അങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനിയും ഈ കേസും ഡിവോഴ്സായിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതല്ലേ നല്ലതെന്നൊക്കെ ജാനകി പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, ഇല്ല, എന്റെ കയ്യിൽ നിന്ന് ₹1 പോലും ഞാൻ അവർക്ക് കൊടുക്കില്ല. നഷ്ടപരിഹാരം മേടിച്ച് 3 നേരം തിന്നു ജീവിക്കാൻ അവരുടെ പ്ലാൻ. എന്തായാലും അങ്ങനെ അവർക്ക് കാശ് എറിഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറല്ലമ്മേ. ഇന്ന് എനിക്ക് ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിലും ശരി, അങ്ങനെ അവളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാൻ എന്നെ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡിവോഴ്സ് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അനി ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ജാനകിയും പറയുന്നുണ്ട്, എടാ നീ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. എത്രയും പെട്ടെന്ന് അവന്തികമോളുമായിട്ടുള്ള നിന്റെ വിവാഹ നിശ്ചയം നടത്തണം. അതിന് ഈ പ്രാവശ്യം ഡിവോഴ്സ് കിട്ടിയേ പറ്റുള്ളൂ. അതിന് വേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക്. അല്ലാതെ നീ നിന്റെ മുത്തച്ഛനെ പോലെ ആദർശം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ നിന്റെ മുത്തച്ഛനോട് ഞാൻ സംസാരിച്ചോളാം എന്ന് നമ്മുടെ ജാനകി പറയുമ്പോഴേക്കും നീ പറയുന്നുണ്ട്, വേണ്ട, മുത്തച്ഛനോട് അമ്മ പോയി കിടന്ന് വഴക്കുണ്ടാക്കണ്ട, ഞാൻ തന്നെ മുത്തച്ഛനോട് സംസാരിച്ചോളാം. മുത്തച്ഛൻ ഇപ്പൊ മനസ്സിൽ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാതെ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തച്ഛന്റെ വായി നമുക്ക് നല്ലത് കിട്ടും എന്നൊക്കെ പറയുക. അങ്ങനെ ജാനകിയോട് ഞാൻ തന്നെ മുത്തച്ഛനോട് സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നമ്മുടെ അനി താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ അനിയുടെ വരവും കാത്ത മുത്തച്ഛനും മുത്തശ്ശിയും അവിടെ സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു. കോടതിയിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നഷ്ടപരിഹാരത്തിന്റെ കാര്യം പറഞ്ഞ് അവർ കോടതിയിൽ ഉടക്കാൻ നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്ത് അവരെ ഒഴിവാക്കാൻ നോക്കാം നമുക്ക്. അല്ലാതെ ഇനിയും ഈ ഡിവോഴ്സ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. എത്രയും പെട്ടെന്ന് നിന്റെയും അവന്തികമോളുടെയും വിവാഹ നിശ്ചയം നടക്കണം. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ ഡിവോഴ്സ് നമുക്ക് നടത്തിയെടുക്കണം എന്നൊക്കെ പറയട്ടെ മുത്തശ്ശൻ. അപ്പോൾ അനി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുത്തശ്ശ, അങ്ങനെ അവർക്ക് കാശ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് അവർക്ക് ഒരു അർഹതയുമില്ല. അവൾ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം എനിക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും എന്തെങ്കിലും സമാധാനം ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ? അവൾ കാരണം നമുക്ക് ആകെ മൊത്തത്തിൽ നാണക്കേടും മുത്തച്ഛനും മുത്തശ്ശിയും വരെ കോടതി കയറ്റിയതല്ലേ അവള്. അതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഒരു നഷ്ടപരിഹാരം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് ഡിവോഴ്സ് കിട്ടുമ്പോൾ കിട്ടിയാൽ മതി. എനിക്ക് വിവാഹ നിശ്ചയത്തോടും വലിയ താല്പര്യമൊന്നുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണല്ലോ. എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. നന്ദു അല്ലാതെ വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ് എന്നെ നിങ്ങളാരും നിർബന്ധിക്കേണ്ട എന്നും പറഞ്ഞിട്ട് തന്നെ അനി അവിടുന്ന് നേരെ കോടതിയിലേക്ക് പോവുകയാണ് കേട്ടോ. കോടതിയിൽ എത്തുമ്പോൾ പോലും അനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നവീൻ ഇവിടെ തന്നെ കാലുവാരോ എന്നുള്ളൊരു പേടിയൊക്കെയാണ് നമ്മുടെ അനിയുടെ മനസ്സിൽ. എന്തായാലും രണ്ടും കൽപ്പിച്ച് അനി കോടതിയിൽ ഹാജരാകുന്നുണ്ട്. അവിടെ വേണുവും ദേവതയും അനാമികയുടെ കാമുകൻ സ്റ്റെബിനും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റെഫിനെ കണ്ട് നേരത്തെ തന്നെ നവീൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് വെച്ചിരുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടക്കുകയാണ്. അനാമിക ഒരു ചീത്ത പെൺകുട്ടിയാണെന്നും പല പുരുഷന്മാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടെന്നും അതുപോലെ തന്നെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പെൺകുട്ടിയാണെന്നും അവളൊരു മെന്റൽ പേഷ്യൻ്റ് ആയിരുന്നു എന്നും കുടുംബത്തിനുള്ളിൽ തന്നെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ് നവീൻ അങ്ങ് വാദിക്കുകയാണ്. ജഡ്ജിയുടെ മുമ്പിൽ അനാമിക ഒരു പാവത്തിനെ പോലെ അഭിനയിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അനാമികയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. നവീന്റെ മറ്റൊരു മാസ് പ്രകടനം കൂടിയാണ് അന്ന് കോടതിയിൽ അരങ്ങേറിയത്. അനാമികനെ എല്ലാവരുടെയും മുമ്പിൽ തേച്ചൊട്ടിച്ചു എന്ന് തന്നെ പറയാം. സ്വന്തം കാമുകനായ സ്റ്റെബിനാണ് അനാമികയ്ക്കെതിരെ തെളിവ് കൊടുക്കാനായിട്ട് വന്നേക്കുന്നത്. അനന്തപുരിക്കാരിൽ നിന്നും നഷ്ടപരിഹാരമായി വലിയൊരു തുക കിട്ടുമെന്നും ആ തുകയും കൊണ്ട് UK പോയി സുഖമായി ജീവിക്കാനും ഒക്കെ ഇവർ പ്ലാൻ ചെയ്തിരുന്ന ഇവർ പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റെബിൻ തന്നെ കോടതിക്ക് മുമ്പിൽ വിളിച്ചു പറയുകയാണ്. അങ്ങനെ അനാമിക ഒരു പോക്ക് കേസാണെന്നും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവളാണെന്നൊക്കെ കോടതി തന്നെ വിധിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു അനിയും അനാമികയും വേണുവും രേവതിയൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടെസ്റ്റ് അവിടെ നടക്കുകയും നവീൻ അനിക്ക് ഡിവോഴ്സ് മേടിച്ച് കൊടുക്കുകയും ചെയ്യുകയാണ്.
ഇതിന്റെ പേരിൽ ഒരു നഷ്ടപരിഹാരവും അനാമയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് തന്നെ കോടതി വിധിക്കുകയാണ് കേട്ടോ. ഒരു കുടുംബത്തിനെതിരെ മോശം കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ആ കുടുംബത്തിലുള്ളവരെ കോടതിയിൽ കയറ്റി സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തി ഒരു കുടുംബം തന്നെ ഇല്ലാതാക്കാൻ നോക്കിയ ഇവക്ക് നഷ്ടപരിഹാരമായിട്ട് 1 രൂപ പോലും കൊടുക്കേണ്ട കാര്യമില്ലെന്നും കുടുംബത്തിലുള്ള എല്ലാവരോടും ഇവള് തന്നെ മാപ്പ് ചോദിക്കണമെന്നും കോടതി വിധി വരുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ആശ്വാസമായിക്കൊണ്ടാണ് കോടതി വിധി വന്നതും. അനാമികമായിട്ടുള്ള ഡിവോഴ്സ് കിട്ടിയ സന്തോഷവും അനിക്കും നന്ദുവിനും ഉണ്ടെങ്കിലും തൊട്ടുപുറകെ തന്നെ അവന്തികമായുള്ള വിവാഹ നിശ്ചയത്തിന്റെ കാര്യം ഇവരെടുത്തിടുമെന്നും ആ ഒരു തലവേദന ഇപ്പോഴും ഒഴിയാബാധയായി ഇങ്ങനെ കിടക്കുകയാണെന്നൊക്കെ അനി ഓർക്കുകയാണ്. ഇനി അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അത് മാത്രമല്ല, നവീനാണെങ്കിൽ നന്ദുവിനെ വിവാഹം കഴിക്കുമെന്നും പറഞ്ഞിപ്പോൾ ഇരിക്കുകയാണല്ലോ, അതെങ്ങനെ ഒഴിവാക്കും എന്നൊക്കെ ആലോചിച്ച് അവരിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്.